ഹായ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ജോജോസ് വ്ലോഗ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഒരു വീണ് കിടക്കുന്ന ഒരു പ്ലെയിൻ, ക്രാഷായ ഒരു പ്ലെയിൻ കാണിക്കാൻ വേണ്ടിയാണ്. കുറേ വ്ളോഗേഴ്സ് അത് കാണിച്ചിട്ടുണ്ട്, പല യൂട്യൂബ് ചാനലിൽ അത് കണ്ടിട്ടുണ്ടാവും, നിങ്ങളും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. പക്ഷെ ഞങ്ങളുടെ കാഴ്ചപ്പാട് ഞങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് 28 മിനിറ്റ്സ് കാണിക്കണേ, അത് അൽമുല്ല പ്ലാസയുടെ അവിടെ നിന്ന്. നോക്കട്ടെ ട്രാഫിക് ഒക്കെ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഓക്കെ, മിർദി സിറ്റി സെന്റർ ആണ്. മിർദി സിറ്റി സെന്റർ ക്രോസ് ചെയ്ത് പോകണം. എന്തൊരു പാലത്തിന്റെ പണി നടക്കുന്നത്. അങ്ങനെ ഞങ്ങള് വീണ്ടും മെയിൻ റോഡിലേക്ക് കയറി. എന്തോ ഒരു പുതിയ ബിൽഡിംഗ് വന്നിട്ടുണ്ടല്ലോ. ലാസ്റ്റ് യൂണിയൻ കോപ്പറേറ്റീവ് ആണ്. പുതിയൊരു യൂണിയൻ കോപ്പറേറ്റീവ് വന്നിട്ടുണ്ട്. തുടങ്ങിയിട്ടില്ല, കൺസ്ട്രക്ഷൻ നടക്കണുള്ളൂ. റൈറ്റ് സൈഡിൽ ഇതേ കണ്ട ബിൽഡിംഗ് മെറ്റീരിയൽ മാർക്കറ്റ്സ്. കുറെ കാറുകൾ കിടക്കുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമായിട്ട് കിടക്കുന്നത് ആൻസിന്റെ പോലെ. റൈറ്റ് സൈഡിൽ ഇതേ കാണുന്നതാണ് സഫാരി പാർക്ക്. സഫാരി പാർക്ക്, ദുബായ് സഫാരി പാർക്ക്. വലിയൊരു ഏരിയയിലൊരു നല്ലൊരു പാർക്ക് ഉണ്ടായിരുന്നു. വിന്റർ ആയി കഴിയുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം അതിന്റെ അകം കാണിച്ചു തരാം. ഇപ്പൊ സമ്മറാണ്. അധികം ആൾക്കാരൊന്നും കാണാനില്ല. നമ്മളിതേ സ്ഥലത്തെത്തി. സി, ഇതിൻ്റെ ഫാനെല്ലാം ഉണ്ട്. പ്രൊപ്പല്ലർ ഫ്രണ്ടിലുള്ള ഫാനാണത്. സി, ഇതെങ്ങനെയാണ് ഇത് വീണേക്കണെന്നുള്ളത് അറിയില്ല. ഇതിൻ്റെ ടാങ്കാണ്, പെട്രോൾ ടാങ്കാണത്. നല്ല പഴക്കമുണ്ട്. കോക്കറ്റാണത്. ഫുൾ കൺട്രോളുകളും എല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. കയറാൻ പറ്റുമോ നോക്കാം ഇതിൻ്റെ ഉള്ളിൽ. കയറാൻ പറ്റില്ല.
ഇതിൻ്റെ ടോപ്പിൽ ഇതിന് വിൻഡോസ് കണ്ടോ, വിൻഡോ ഉണ്ട് അതിൻ്റെ. മുകളിൽ കൂടെ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് വന്ന് കാണേണ്ട ഒരു ഇതാണ്. നന്നായിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. ഇപ്പോൾ വീഡിയോ എടുക്കണുള്ളൂ. നല്ല ഫോട്ടോഗ്രാഫി കിട്ടുന്ന നല്ല ഫോട്ടോഗ്രാഫിക് പ്ലേസാണ്. ഇതിൻ്റെ എൻജിനാണിത്. ഇതാണ് നമ്മൾ കാണുന്ന ലൊക്കേഷൻ. കണ്ട, ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല, ആരും ഇല്ല. വളരെ സൈലൻ്റായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. എല്ലാവർക്കും ഒന്ന് വരാം. വീഡിയോയുടെ താഴെ ഞാൻ എൻ്റെ ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്.